ഹലോ എവരി വൺ, ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിങ്ങിൽ നിങ്ങളെല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉണക്ക കൊഞ്ചും കൊണ്ട് ഒരു ചമ്മന്തിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ചൂടോടെ ചോറും കുറച്ച് ചമ്മന്തിയും മതി, എത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു അരക്കപ്പ് ഉണക്ക കൊഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുത്തേക്കുക. ഇനി നമുക്കൊരു പാനിലോട്ട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്. ഇത് കൈയും കൊണ്ടൊക്കെ നമ്മൾ തൊട്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് നന്നായിട്ട് വരുന്നവരെ നമുക്കിതാക്കി എടുക്കണം. ഇനി നമുക്കാണെങ്കിൽ ഒന്നായി ഒരു പാകമായി വരാൻ തുടങ്ങുമ്പോൾ നമുക്കാണെങ്കിൽ ഉണക്കമുളക് 2 അത് ഇട്ട് കൊടുക്കാം. ഞാൻ കശ്മീരി മുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ എരിവുള്ള സ്പൈസി അധികം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതെടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഉണക്കമുളക് 2. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്ന പാകമായി ഇത്രയും മതി കേട്ടോ. ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സി ജാർ എടുക്കും. അതിനകത്തൊരു 3-4 ചെറിയ ഉള്ളിയും 3-4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെയാണെങ്കിൽ മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങയുടെ ഒരു പകുതി മതി. നിങ്ങൾക്ക് മാങ്ങ കിട്ടുന്നില്ലെങ്കിൽ പുളി നമ്മുടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. പിഴുപുളി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കശ്മീരി മുളകില്ല ഇതിനകത്തുള്ളത്, അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഉണക്കക്കൊഞ്ച് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നില്ല, അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകി ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഉണക്കക്കൊഞ്ച് നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് അതും കൂടെ ഞാൻ അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കല്ലേ, വെള്ളം ഒഴിക്കാതെ വേണം ചമ്മന്തി അരച്ചെടുക്കാനായി. ഇപ്പോൾ സൈഡിലൊക്കെ വരുവാണെങ്കിൽ സ്പൂണും കൊണ്ടൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് പൾസിന് മോടി വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഒറ്റ ഇതിന് നമുക്ക് അടിച്ചിങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. പൾസിന് മോളി പതുക്കെ ആയിട്ട് നമ്മളിങ്ങനെ അരച്ച് എടുത്ത് നമുക്ക് ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പാകത്തിനായിട്ട് ഇനി ഇതിൻ്റെ ഒരു ഉരുള ഉരുട്ടി നമുക്കിത് എടുത്ത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല ചൂടോടെ ചോറും എടുത്ത് കുറച്ച് ചമ്മന്തിയും ഇട്ട് കഴിച്ച് വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.